ഇന്ത്യ എന്നുള്ളവർക്ക് ഗുഡ് മോർണിംഗ്. ഗുഡ് ഈവനിങ്. പറയുന്നത് കേൾക്കാമല്ലേ? കേൾക്കാം. എനിവേ രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇങ്ങനെ ക്ലാസ്സിന് വരുവാൻ ദൈവം അനുവദിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു വർഷം നമ്മളെ പലവിധ പ്രയാസങ്ങളുണ്ടെങ്കിലും ദൈവം വഴി നടത്തി. അതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മൾ പ്രാർത്ഥനയുടെ ക്ലാസ്സിനിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം വെളിപാട് പുസ്തകം 4-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചിട്ട് കാര്യങ്ങൾ പ്രതിപാദിക്കുകയായിരുന്നു. ഞാൻ എല്ലാ ആഴ്ചയും പ്രസ്താവിക്കുന്നത് പോലെ ഈ ആദ്യത്തെ 3 അധ്യായങ്ങൾ സഭ തുടങ്ങിയത് മുതൽ കർത്താവായ യേശുക്രിസ്തു മധ്യാകാശത്തിൽ വരുന്നത് വരെ, റാപ്ചർ അല്ലെ ഉൾപ്രാവണം വരെയുള്ള കാലഘട്ടത്തെയാണ് 3 അധ്യായങ്ങൾ വിവരിച്ചിരിക്കുന്നത്. എന്നാൽ 4-ാം അധ്യായത്തിൽ വരുമ്പോൾ സഭ അവിടെ കാണുന്നില്ല. സഭ എന്ന് പറയാൻ നമ്മൾ ഉൾപ്പെടെ നമ്മൾ ആരും അവിടെ ഇല്ല. നമ്മളെല്ലാവരും സ്വർഗത്തിലായിരിക്കും. മരിച്ചാലും ജീവിച്ചാലും സ്വർഗത്തിലായിരിക്കും. മരിച്ചവര് ഇപ്പം നമ്മൾ മരിക്കുകയാണെങ്കിൽ, നമ്മൾ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ കർത്താവ് യേശുക്രിസ്തു മധ്യാകാശത്തിൽ വരുമ്പോൾ അവര് മരിച്ചവർ ആദ്യമായിട്ട് ഉയർത്തെഴുന്നേൽക്കും. ജീവിച്ചിരിക്കുന്നവർ, നമ്മൾ ജീവിച്ചിരിക്കാതെ അതിനുശേഷം അടുത്ത നിമിഷത്തിൽ നമ്മൾ രൂപാന്തരപ്പെടും. അങ്ങനെ സ്വർഗത്തിൽ നമ്മളായിരിക്കും. അതിനാണ് നമ്മൾ എപ്പോഴും കാത്തിരിക്കുന്നത്. നമ്മളെ ഈ വിശ്വാസ ജീവിതം നമ്മൾ തന്നെ വളരെ പ്രയാസത്തോടെ നമ്മൾ ഞരങ്ങിക്കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനും അവനോട് കൂടെ പാർക്കുന്നതിനും വേണ്ടിയിട്ടാണ്. അതാണ് നമ്മൾ 4-ാം അധ്യായത്തില് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചപ്പോൾ ഈ കർത്താവായ യേശുവിന്റെ 2ാമത്തെ വരവിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഞാൻ മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചിട്ട് അതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചർച്ച ചെയ്തത്. അന്ന് ഞാനൊരു അപേക്ഷ ചെയ്ത് എല്ലാവരോടും മത്തായി 24 വീട്ടില് വായിക്കണമെന്ന് പറഞ്ഞു. എല്ലാവരും വായിച്ചോ ഇല്ലയോ? ആരെങ്കിലും വായിച്ചവരുണ്ടോ? ആരെങ്കിലും? 2 ആഴ്ച കഴിഞ്ഞില്ലയോ? ഇപ്പം വായിച്ചതും മറന്നുപോയിട്ടുണ്ട്. അപ്പൊ എന്റെ ഈ പഠിപ്പീരിന്റെ ഒരു വ്യത്യസ്തമെന്ന് പറഞ്ഞാല് ഈ വായിച്ചേച്ച് ഓരോ വാക്യങ്ങൾ പറഞ്ഞേച്ച് അങ്ങ് പെട്ടെന്ന് അങ്ങ് തീർക്കുന്നതല്ല. ഈ ഒരു ഫോർമുല നിങ്ങളെ മനസ്സിലാക്കി തരിക. ആ ഒരു സബ്ജക്റ്റ് അത് മുഴുവനായിട്ട് അതിന്റെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ആ സംഗ്രഹം, ആ ഫോർമുല മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ആ കാര്യങ്ങൾ മനസ്സിലാകും. 24-ാം അധ്യായത്തിൽ കാണുന്നത് നമ്മൾ കർത്താവായ യേശുവിന്റെ 2ാം വരവിന്റെ ലക്ഷണങ്ങൾ ആണ്. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നതിനാണല്ലോ കർത്താവായ യേശു ക്രിസ്തു എന്ന മധ്യാകാശത്തിൽ വരും എന്നുള്ള ഇതിനാണ്. ലക്ഷണങ്ങൾ വായിച്ചപ്പോൾ 24-ാം അധ്യായത്തിൽ ഇനിയും സമയം കഴിഞ്ഞിട്ടില്ല. എല്ലാവരും ദിവസവും വായിക്കുന്നവരാണല്ലോ. അന്നേരം ഒരു ദിവസം എടുത്ത് 24-ാം അധ്യായം കൂടെ ഇനിയും വായിക്കുക. അപ്പൊ അവിടെ വായിച്ചപ്പം യേശുക്രിസ്തു പറഞ്ഞത് അതിന്റെ ലക്ഷണങ്ങൾ പലത് പറഞ്ഞു. അനവധി ലക്ഷണങ്ങൾ പറഞ്ഞിട്ട് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം, ഇപ്പം കാലിഫോർണിയയിലെ തീ പിടിക്കുന്നതും എല്ലാം, ഭൂമി കുലുക്കവും, ഇതെല്ലാം അന്ത്യകാല ലക്ഷണമാണ്. തീപിടുത്തം 2000 കൊല്ലമായിട്ട് 6000 കൊല്ലമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം ഭൂമി കുലുക്കവും എല്ലാം ഈ അന്ത്യസമയത്ത് എല്ലാം കൂടി വരും. അതിന്റെ ഫ്രീക്വൻസി കൂടുമെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതുകൂടെ നോഹയുടെ കാലത്തെ പോലെ ആയിത്തീരും എന്ന് പറഞ്ഞാൽ നോഹയുടെ അതേപോലുള്ള നോഹയുടെ പേര് വിളിച്ച് ബാക്കിയുള്ള എല്ലാവരും വിളച്ചതയിൽ ജീവിച്ചവരാണ്. പിന്നെ ലോത്തിന്റെ നമ്മൾ വായിച്ചു. കഴിഞ്ഞ ആഴ്ച അതും നമ്മൾ ചർച്ച ചെയ്തു. ഹോമോസെക്ഷുവാലിറ്റി, അത് ഇപ്പോഴേ ട്രാൻസ്ജെൻഡർ, ഇപ്പം വന്നിരിക്കുന്ന വോക്ക്, ഇതെല്ലാം അവസാന ലക്ഷ്യത്തിന്റെ നമ്മൾ ഏറ്റവും അന്ത്യത്തോടടുത്തിരിക്കുന്നതിന്റെ ക്ലോക്കിന്റെ 12 മണി അടിക്കാൻ 3-4 മിനിറ്റ് മാത്രമേ ഉള്ളൂ. കർത്താവിന്റെ വരവേറ്റവും അടുത്തിരിക്കുകയാണ്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്നാൽ 4-ാം അധ്യായം ഒന്നുകൂടെ വായിച്ചിട്ട് ബാക്കി അതിനോടനുബന്ധിച്ച് ഞാൻ കാര്യങ്ങൾ ദയവ് ചെയ്ത് പിന്നെ പല കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ധൃതി വെച്ച് പെട്ടെന്ന് തീർക്കുകയല്ല ചെയ്യുന്ന കാര്യങ്ങൾ അപഗ്രഥിച്ച് ക്രമാനുഗതമായിട്ട് പോകാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. നിങ്ങൾക്ക് അത് താല്പര്യമാണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് 4-ാം അധ്യായം വീണ്ടും വായിക്കുക. ഓക്കെ, താങ്ക് യു. ഓക്കെ. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. സിംഹാസനത്തിൻ്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശ്യമായ ഒരു പച്ചവില്ല്. സിംഹാസനത്തിൻ്റെ ചുറ്റിലും 24 സിംഹാസനം,
വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിൻ്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിൻ്റെ മുൻപിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. സിംഹാസനത്തിന് മുൻപിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ, സിംഹാസനത്തിൻ്റെ നടുവിലും സിംഹാസനത്തിൻ്റെ ചുറ്റിലും 4 ജീവികൾ. അവയ്ക്ക് മുൻപുറവും പിൻപുറവും കണ്ണു നിറഞ്ഞിരിക്കുന്നു. 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം, 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം, 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളതും, 4-ാം ജീവി പറക്കുന്ന കഴുകന് സദൃശ്യം. 4 ജീവികളും ഓരോന്നിന് 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണു നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിലിരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ മുൻപിൽ വീണു എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവനും എല്ലാം നിൻ്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞും കൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിൻ്റെ മുൻപിലിടും. താങ്ക് യു വെരി മച്ച്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രസ്താവിച്ചതുപോലെ യോഹന്നാനെ ആത്മാവിൽ സ്വർഗത്തിൽ അവിടെ എടുത്തിട്ട് നമ്മൾ ഈ റാപ്ചർ മുതൽ അവിടെ ഈ വെളിപാട് പുസ്തകത്തിൽ നടക്കുന്ന ഭാവി കാര്യങ്ങളെല്ലാം അവിടെ യോഹന്നാനെ കാണിക്കുകയാണ്. അത് പിന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ യോഹന്നാൻ അതെല്ലാം എഴുതി നമുക്ക് ഇപ്പം തന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഈ കാണുന്നത് ഈ റാപ്ചർ എന്ന് പറയുന്ന അതിനാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. റാപ്ചർ കഴിയുന്ന ഉടനെ ആദ്യം സ്വർഗത്തിൽ നടക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ ന്യായാസനത്തിൽ നമുക്ക് എവാലുവേഷൻ ചെയ്യുന്ന പരിപാടിയാണ് ആദ്യം നടക്കുന്നത്. ഇപ്പം നമ്മൾ ജോലി സ്ഥലത്താണെങ്കിൽ വർഷത്തിലൊരിക്കൽ നമ്മുടെ സൂപ്പർവൈസർ നമ്മളെ വിളിച്ചിട്ട് നമ്മൾ എങ്ങനെയായിരുന്നു ഒരു വർഷം നമ്മൾ അവിടെ പെർഫോം ചെയ്തത് എന്നുള്ള ഒരു വാല്യുവേഷൻ തന്നിട്ട് ചിലപ്പോൾ ഇവിടെ നമ്മുടെ കമ്പനികളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ സാലറി ഇൻക്രീസും പ്രൊമോഷനും ഒക്കെ കിട്ടും. ചിലർക്ക് വാല്യുവേഷൻ ശരിയല്ലെങ്കിൽ സാലറി ഒന്നുമില്ലാതെ സാലറി തന്നെ കീപ്പ് ചെയ്യും. അവർ എങ്ങനെ ഒരു വർഷം പ്രവർത്തിച്ചു എന്നുള്ളത്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് അവിടെ നമ്മുടെ ജീവിതം നമ്മളെ ഏൽപ്പിച്ചത് ഈ ഭൂമിയിൽ നമ്മൾ എങ്ങനെ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ള ഇവാലുവേഷനാണ് അവിടെ നടക്കുന്നത്. ആദ്യം നടക്കുന്ന റാപ്ചർ നടക്കുന്ന ഉടനെ ഫസ്റ്റ് സംഗതി അവിടെയാണ് നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് 7 വർഷം അന്തിക്രിസ്തു ഭൂമിയിൽ രാജാവായിട്ട് ആണ് ഈ മഹാപീഡനത്തിൽ കൂടെ ലോകജനതയും പ്രത്യേക യൂതന്മാരും കടന്നു പോവുകയും ചെയ്യും. ഈ വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ന്യായവിധികളെല്ലാം ഈ 5-ാം അധ്യായം മുതൽ 6-ാം അധ്യായം മുതൽ നമുക്ക് കാണുന്ന ന്യായവിധികളെല്ലാം ഈ ഭൂമിയിൽ നടക്കും. അവിടെ നടക്കുന്ന ആ 7 വർഷത്തിന് ശേഷമാണ് യേശുക്രിസ്തു നമ്മൾ ഒരുമിച്ച് ഭൂമിയിൽ വരികയും 1000 ആണ്ട് വായിച്ചു തുടക്കുകയും ചെയ്യുന്നത്. അപ്പോൾ സ്വർഗത്തിൽ നടക്കുന്ന പരിപാടിയാണ് നമ്മുടെ ഇവാലുവേഷൻ. അന്ന് 2 കൊരിന്ത്യർ 5:10 മുതലൊന്ന് വായിച്ചാട്ട് അപ്പോൾ അതിനെ സംബന്ധിക്കുന്ന അതിനോട് ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞ് റാപ്ചർ ഉത്പാദനത്തിന് ശേഷം ആദ്യത്തെ ഫസ്റ്റ് സംഗതി 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാം വാക്യം മുതൽ. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. താങ്ക് യു. അപ്പൊ നമ്മൾ ക്രിസ്തുവിന്റെ ന്യായത്തിന് മുമ്പിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും അത് സൂക്ഷിക്കണം. നല്ലതാകിലും തീയതാകിലും ഗുഡ് ഓർ ബാഡ് രണ്ടും അവിടെ അക്കൗണ്ട് ഞങ്ങൾ പുസ്തകത്തിന്റെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തായിരുന്നല്ലോ, നമ്മൾ അതിന് കണക്ക് കൊടുക്കേണ്ടി വരും. അതാണ് അവിടെ കാണുന്നത്. ഇപ്പം കൊരിന്തി ലേഖനം എടുത്തത് കൊണ്ട് അത് 1 കൊരിന്ത്യർ 3:11 മുതൽ 15 വായിച്ചാട്ട് അവിടെ ആ പുസ്തകം മറിച്ചില്ലെങ്കിൽ 1 കൊരിന്ത്യർ 3:11 മുതൽ 15 വരെ. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 11. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും.
ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. താങ്ക് യു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇവാലുവേഷൻ അവിടെ വരുമ്പോൾ നമ്മൾ അവിടെ രക്ഷയുടേതല്ല, നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്. എന്നാൽ നമ്മൾ രക്ഷിക്കപ്പം തീയുടെ അകത്തോടൊന്ന് കടന്നാൽ, പെട്ടെന്ന് കടന്നാൽ എന്തോ ചിലപ്പം ഇട്ടിരിക്കുന്ന വസ്ത്രമെല്ലാം കരിഞ്ഞ് നഗ്നരായിട്ടായിരിക്കും അങ്ങേപ്പുറേ പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ മരം, പുല്ല്, വൈക്കോലെന്ന് പറയുന്നത് തന്നെത്താൻ കിളിച്ചു വരുന്നതാണ്. എന്നാൽ പൊന്ന്, വെള്ളി ഇതെല്ലാം ഖനനം ചെയ്ത് എടുത്ത് അതിൽ പണിതെങ്കിൽ മാത്രമേ അത് പൊന്നായിട്ടും അങ്ങനെയുള്ള ആഭരണങ്ങളായിട്ടും എല്ലാം വരികയുള്ളൂ. അതുപോലെ നമ്മുടെ പ്രവൃത്തിക്ക് നിലനിൽക്കുന്ന പ്രവൃത്തിയാണെങ്കിൽ അവിടെ തീ കൂടെ പരിശോധിക്കും നമ്മൾ ചെയ്തതിനെ കുറിച്ച്. അത് നമ്മുടെ ഈ വേദവസ്തുത്തിൽ അപ്പൊ അതിന്റെ ഈ കണക്കെങ്ങനെയാ, ഏത് ബേസിലാ എനിക്കിഷ്ടമുള്ള പോലെ ചെയ്ത് ഇത് ശരിയായിരിക്കും എന്നും പറഞ്ഞ് ചെയ്യുന്നതല്ല. വേദവസ്തുത്തിൽ അത് ഗൈഡ് ലൈൻ തന്നിട്ടുണ്ട് എങ്ങനെ ചെയ്യണമെന്നുള്ളത്. വായിച്ച് മനസ്സിലാക്കി നമ്മൾ അതുപോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രതിഫലം നമുക്ക് ലഭിക്കും. ഇവിടെ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അമേരിക്കയിൽ. ആ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചാണ് ഗവൺമെന്റ് ഭരിക്കേണ്ടത്. നമ്മളൊരു കോർട്ടിൽ ചെന്നാൽ അവിടുത്തെ നമ്മുടെ ആ നിയമം വെച്ചാണ്. എന്നുപോലെ നമ്മുടെ നിയമം എന്തുവാണ്? ബൈബിളാണ്. ബൈബിളിൻ്റെ ഇതനുസരിച്ച് ചെല്ലുമ്പോൾ നമ്മുടെ യേശുക്രിസ്തു അവിടെ ഇവാലുവേറ്റ് ചെയ്യുക. അതിന് ബീമാ സീറ്റ് എന്ന് പറയും. പഴയ കാലത്ത് റോമയിലൊക്കെ ഉയർന്ന സീറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ജഡ്ജ്മെന്റ് സീറ്റ് നമ്മുടെ ഇവാലുവേഷൻ ചെയ്യുന്നതാണ്. അവിടെ പനിഷ്മെന്റ് ഒന്നുമില്ല, നമുക്ക് ശിക്ഷയല്ല, നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം തരുന്ന ഇതാണ്. പ്രതിഫലം ഒന്നും കിട്ടാത്ത ആൾക്കാരും കാണും. അതാണ് കാണുന്നത്. അതിനുശേഷമാണ് നമ്മളെ ശുദ്ധീകരിച്ചിട്ടാണ് കുഞ്ഞാടിന്റെ കല്യാണം നടക്കുന്നത്, യേശുക്രിസ്തുവുമായിട്ടുള്ള വിവാഹം നടക്കുന്നു. ഇങ്ങനെ കുഞ്ഞാടിന്റെ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം സാങ്കല്പികമായിട്ടുള്ള സംഗതികളാണ്, നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. അല്ലാതെ ലിറ്ററലി നമ്മൾ എല്ലാം കല്യാണം കഴിക്കാൻ പോയി അവിടെ നിന്ന് കൈ കൊടുത്ത് കല്യാണം കഴിക്കുന്നത് പോലുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള കല്യാണ സദ്യ എന്ന് പറയുന്ന നമ്മൾ ആഹാരമൊക്കെ കഴിക്കുന്ന, അത് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതാണ്. കുഞ്ഞാടിന്റെ കല്യാണം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭ നമ്മളിൽ യേശുക്രിസ്തുവുമായിട്ട് ഒരുമിച്ച് അവിടെ സന്തോഷിച്ച് ജീവിക്കുന്നതിനെയാണ് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കല്യാണം എന്നൊക്കെ പറയുന്നത്. അതിന്റെ അപ്പോൾ സ്വർഗത്തില് ആണ് അതിന്റെ ചടങ്ങ്, അതിന്റെ സംഭവം നടക്കുന്ന സ്വർഗത്തിലാണ്. അത് ഈ വെളിപാടിന്റെ 19 അത് വിശദീകരിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കാണുന്നത്, നമ്മളെല്ലാവരും നമ്മളെന്ന് ഞാൻ മെയിൻ ചെയ്യുന്നത്, നമ്മളെ സഭയെ കാണുന്നത് വെളിപാട് 19 കാണുന്നത്. അവിടെ എങ്ങനെയാണ് വിവാഹത്തിന് അവളെ റെഡിയാക്കുന്നത്? വെളിപാട് 19 6 മുതൽ 50 6 to 9 ഒന്ന് വായിച്ചാട്ട് ദയവ് ചെയ്ത്. Revelation 19 6 to 9. Chapter 19 verses 6 to 9. 6 to 9. ഓക്കെ. അപ്പോൾ വലിയ പുരുഷാരത്തിൻ്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷവസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷവസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരെന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിൻ്റെ സത്യവചനം എന്നും എന്നോട് പറഞ്ഞു. താങ്ക് യു. ഇവിടെ കാണുന്നത് നമ്മുടെ ശുഭ്രവസ്ത്രം, മണവാട്ടിയുടെ വസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ നീതി പ്രവൃത്തിയാണ്. അപ്പം ഈ വിവാഹത്തിന് അറിയാമല്ലോ, ഞാൻ പറയാതെ തന്നെ നല്ല വധു നല്ല ഏറ്റവും ബെസ്റ്റ് കല്യാണ സാരി കൊടുത്തോണ്ട് നമ്മുടെ ഇത് അങ്ങനെയാണ് വരുന്നത്. ഈക്വലന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സൽപ്രവൃത്തികളാണ് നമ്മുടെ അലങ്കാരം. അങ്ങനെ അതിനുശേഷം ഒരു മലിനമുണ്ടെങ്കിൽ യേശുക്രിസ്തുവുമായിട്ടുള്ള ആ ഒരുമിച്ചുള്ള വാസം ഒരിക്കലും സാധ്യമല്ല. അത് നമ്മുടെ മാലിന്യങ്ങളെല്ലാം, അത് ഇവാലുവേഷൻ അവിടെ ജഡ്ജ്മെന്റ് സീറ്റിൽ, ബീമാ സീറ്റിൽ അവിടെ നമ്മളെ വിസ്തരിച്ച് കഴിയുമ്പം നമ്മളെ പരിപൂർണരായിട്ട് നമ്മുടെ എല്ലാം ഇവാലുവേഷൻ ചെയ്തിട്ട് നമ്മുടെ പ്രതിഫലം തന്നിട്ട് അതിനുശേഷമാണ് ആ വിവാഹം എന്ന് പറയുന്ന ഇതാണ്. കുഞ്ഞാടിന്റെ കല്യാണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ നടക്കുന്ന നമ്മുടെ വിവാഹങ്ങളും എല്ലാം ഇതിന്റെ ഒരു നിഴലാണ്. ഉദാഹരണം പറഞ്ഞാൽ ഈ ബ്രദറുകാരുടെയും പെന്തക്കോസ്തുകാരുടെയും എല്ലാ കല്യാണത്തിനും വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. മറ്റുള്ളതിനും വായിക്കാറുണ്ടെന്ന് തോന്നുന്നു, മറ്റുള്ള സമുദായത്തിൽ. എഫേസ്യർ 5:22 മുതൽ 26 വരെ ഒന്ന് വായിച്ചാൽ.
എഫേസ്യർ 5:22 22 മുതൽ 26 വരെ. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവേൻ. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെപ്പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തൻ്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. താങ്ക് യു. അതിപ്പോൾ ഇതെല്ലാം ഇവിടെ പ്രതിബിംബമായിട്ട് കാണിച്ചിരിക്കുന്ന, നിഴലായിട്ട് കാണിച്ചിരിക്കുന്ന സ്വർഗത്തിലെ കുഞ്ഞാടിൻ്റെ കല്യാണം എന്നൊക്കെ പറയുമ്പം കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇതുമായിട്ട് അവിടെ അത് കുഞ്ഞുങ്ങൾ അതുകൂടെ വായിച്ചായിരുന്നു. ഞാൻ ക്രിസ്തുവിനെ സഭയെ കുറിച്ചാണ് പറയുന്നതെന്ന് അവിടെ എഴുതി അത് വായിച്ചായിരുന്നു. അടുത്ത വായിച്ച് വായിച്ചു 29 വാക്യത്തിലാണ് അത് പറയുന്നത്. താൻ തൻ്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ടു ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. താങ്ക് യു. അപ്പൊ ഇവിടെ പറഞ്ഞേച്ച് വിവാഹത്തിന്റെ പറഞ്ഞേച്ച് ഇത് അവസാനം ഈ മർമ്മമായിട്ട് പറഞ്ഞേച്ച് ഞാനിവിടെ പ്രസ്താവിച്ചിരിക്കുന്നതിന്റെ എല്ലാം സാരം ക്രിസ്തുവിനെ സഭയെ കുറിച്ചാണെന്നാണ്. അപ്പൊ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതം സ്വർഗത്തിലെ യേശുക്രിസ്തുവും നമ്മളും സഭയുമായിട്ടുള്ള ബന്ധത്തെ അവിടെ ചിത്രീകരിക്കുകയാണ്. അവിടെ അപ്പം ഒരു ഭാര്യയെ ഭർത്താവ് എന്നും അടിക്കുന്നവനാണെങ്കിൽ അവൻ സ്വയമായിട്ട് അവനെ തന്നെ അടിക്കുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ചിലർ വിചാരം ഇപ്പൊ രണ്ട് ബോഡിയാണെന്ന് പറഞ്ഞാലും ഭാര്യയും മരിക്കുക ഭർത്താവും മരിക്കുക എന്നിട്ട് മൂന്നാമതൊരു സെപ്പറേറ്റ് പേഴ്സൺ ഉണ്ടാകുക എന്നുള്ളതാണ് അതിന്റെ ടെക്നിക്കൽ വേദോസ്തി പറയുന്നത്. ആ രണ്ട് ദേഹമല്ല ഒന്നത്ര എന്ന് പറയുന്നതിന്റെ മീനിങ് അതാണ്. അപ്പൊ ഒരാൾ ഒരു വൈഫിനെ അബ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവൻ സ്വന്തം അബ്യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഒരു ഭാര്യ ഭർത്താവിനെ അബ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഭാര്യ യേശുക്രിസ്തുവിനെ അബ്യൂസ് ചെയ്യുകയാണ്, യേശുക്രിസ്തുവിനാണ് അബ്യൂസ് ചെയ്യുന്നത്. അതാണ്. അപ്പം ഈ ഭർത്താവ് യേശുക്രിസ്തുവിനെ റെപ്രസെന്റേഷനാണ്. പക്ഷെ യേശുക്രിസ്തുവുമായിട്ട് യാതൊരു സ്വഭാവത്തിൽ യാതൊരു ഇതും കാണുകയില്ല. പക്ഷെ റെപ്രസെന്റേഷന്റെ ബേസിസിൽ ഭർത്താവിന് ചെയ്യുന്നതും യേശുക്രിസ്തുവിന് ചെയ്യുന്നത് പോലെയാണ്. ഭർത്താവിനെ ട്രീറ്റ് ചെയ്യുന്നത് യേശുക്രിസ്തുവിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെയാണ്. അതുപോലെ തന്നെ ഭാര്യയെ അടിക്കുന്നവൻ സ്വന്തം ശരീരത്തെ അവൻ അടിക്കുകയാണ്, പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് അതുകൊണ്ട് സ്വർഗത്തിന്റെ ഒരു ഡൗൺ പേയ്മെന്റ് ആണ് ഈ കുടുംബജീവിതം ഇവിടെ തന്നിരിക്കുന്നത്. സ്വർഗത്തിന്റെ നരകത്തിന്റെ ഒരു ഡൗൺ പേയ്മെന്റ്, ആദ്യം ഒരു പീക്ക്, ഒരു എത്തിനോട്ടമാണ് തന്നിരിക്കുന്നത്. നല്ല ആ നിലയിൽ ജീവിച്ചാൽ ഈ ഭൂമിയില് ഭാര്യ ഭർത്താക്കന്മാര് സ്വർഗ സുഖം അനുഭവിച്ച് ജീവിക്കാം. അതുപോലെ തന്നെ നരക സുഖം അനുഭവിച്ചും നരകത്തിന്റെ യാതനയെ അനുഭവിച്ച് ജീവിക്കാം. ഇത് രണ്ടിന്റെയും ഇതുണ്ട്. അത് അവരാണ് ചൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇത് ഈ നമ്മുടെ വിവാഹത്തിന്റെ എല്ലാം പറഞ്ഞിട്ട് സ്വർഗത്തിലെ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു സഭയും, യേശുക്രിസ്തു സഭയ്ക്ക് വേണ്ടിയാണ് മരിച്ചത്. അതാണ് അവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. അവിടെ വായിച്ചതില് മണവാട്ടിയെ കുറിച്ച് അവിടെ പറയുന്നുണ്ടല്ലോ അല്ലേ. അപ്പം ഈ അവിടെ സദ്യ അവിടെ അത് വായിച്ചായിരുന്നല്ലേ? വായിച്ചായിരുന്നു സദ്യയുടെ കാര്യം. നോക്കട്ടെ. ഈ മണവാട്ടി ചോദ്യം ചോദിക്കട്ടെ, ഇസ്രായേൽ മണവാട്ടിയാണോ? അല്ല, ഇസ്രായേൽ. പിന്നെ അവരാരാ? അവര് സ്നേഹിതര്. എന്തോ സ്നേഹിതര്. അവര് ഈ കുഞ്ഞാടിന്റെ കല്യാണം എന്ന് പറയുന്നത് നമ്മൾ സദ്യ എന്ന് പറയുന്നതിന് ഈക്വലന്റ് ആയിട്ട് ഈ 1000 കൊണ്ട് വായിച്ചേക്കാണ്. പിന്നെ ആ സദ്യ സമയമാണ്. അപ്പം അതിന് വിളിക്കപ്പെട്ട അതിഥികൾ ഭാഗ്യവാന്മാരെന്ന് അവിടെ വായിച്ചായിരുന്നില്ലല്ലേ? അപ്പം അതെ, വായിച്ചായിരുന്നു. അതെ, ആ വായിച്ച അതിഥികളുണ്ട്. അപ്പൊ അവിടെ അതിഥികൾ ആരാ? പഴയ നിയമ വിശ്വാസികള്. പിന്നെ നമ്മൾ സ്വർഗത്തിലായിരിക്കുമ്പോൾ 7 കൊല്ലം അന്തിക്രിസ്തുവിന്റെ പീഡനം നടക്കുമല്ലോ, അവിടെ പീഡനത്തിൽ മരിക്കുന്നവരുണ്ടല്ലോ.
ആ, ആ, അവരും അതിഥികളാണ്, സഭയുടെ ആൾക്കാരല്ല. വെച്ചാൽ നമ്മളാണ് സഭയുടെ ആൾക്കാര്, എന്നാൽ അവര് വിളിക്കപ്പെട്ട അതിഥികളാണ്. പീഡനത്തിൽ പീഡന സമയത്ത് രക്ഷിക്കപ്പെട്ട മരിച്ചവര് മരിച്ചവര് അവര് അതിഥികളാണ്. പിന്നെ ജീവിച്ചിരിക്കുന്ന ഒരു കൂട്ടം പിന്നെ മൂന്നിലൊന്ന് നേരിട്ട് പോകുമല്ലോ വിശ്വാസികള്, പിന്നെ 1000 ആണ്ട് വാഴ്ച പ്രവേശിക്കുമല്ലോ. അതിന്റെ അവരും ഈ അതിഥികളാണ്. ഈ മണവാട്ടി എന്ന് പറയുന്നത് സഭ, നമ്മൾ പുതിയ സഭ നമ്മൾ മാത്രമേ ഉള്ളൂ. അവര് അപ്പം ഇപ്പൊ അവിടെ നമ്മൾ വെച്ചാല് ആദാം മുതല് പിന്നെ ഉള്ള അവസാനം വരെ, ഈ മഹാപീഡനത്തില് അവസാനം വരെ രക്ഷിക്കപ്പെടുന്ന ആൾക്കാർ വരെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ സഭയിൽ പീരീഡ് ആൾക്കാരാണ് പിന്നെ വധുവായിട്ടുള്ളത്, ബ്രൈഡ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അബ്രഹാമുണ്ട്, ദാവീദുണ്ട്, ദാനിയലുണ്ട്, ജോസഫുണ്ട്, യാക്കോബുണ്ട്, മോശയുണ്ട്. അപ്പം അവിടെ അപ്പൊ ഈ അതിൽ ഏറ്റവും ഈ ചീഫ് ഗസ്റ്റ് ആരായിരിക്കും? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു അതിനേലും ഒരു പറയാൻ ഗസ് ചെയ്യാൻ പറ്റുമോ? അവിടെ അതിഥികളിലെ ചീഫ് ഗസ്റ്റ് ആരെങ്കിലും? നമുക്ക് എല്ലാ കല്യാണത്തിനും ചീഫ് ഗസ്റ്റ്, ഫംഗ്ഷന് ചീഫ് ഗസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. മോശയും കുഞ്ഞാടും പാടുമെന്ന് കേട്ടിട്ടുണ്ട്, മോശയായിരിക്കും. അവര് അത് പാടുന്ന അത് യോഹന്നാൻ 3:29 വായിക്കും. യോഹന്നാൻ 3:29. യോഹന്നാൻ 3:29. മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു. മണവാളൻ്റെ സ്നേഹിതനോ നിന്ന് മണവാളൻ്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എൻ്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. അപ്പൊ യോനാശാമം പറയുന്നത് മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നല്ലേ? അതെ. അപ്പൊ ഞാനോ മണവാളന്റെ സ്നേഹിതനാകുന്നു. അപ്പൊ ഞങ്ങളെ റേമന്റെ ഷോയിൽ കുഞ്ഞുങ്ങള് അതിൻ്റെ അകത്തുണ്ടായിരുന്നില്ല, അത് കേട്ട് കാണുമല്ലോ. അത് പല ചോദ്യം ചോദിച്ചപ്പോൾ, അപ്പൊ അത് അവിടെ ഒരു സംശയം ഒരാൾ ചോദിച്ചപ്പോൾ അന്നേരം ഞാൻ പറഞ്ഞു, നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു ഫ്രണ്ട് വന്നെന്ന് പറഞ്ഞാലും നമ്മുടെ വീടുകളിൽ വിസിറ്റ് ചെയ്യാൻ വന്നു, എല്ലായിടത്തും ആക്സസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഒരുമിച്ച് ഭാര്യയും ഭർത്താവും കിടക്കുന്ന മുറിയിൽ അവരുടെ ആക്സസ് ഇല്ല. അതാണ് അതിന്റെ വ്യത്യാസം. മണവാളൻ അപ്പൊ അന്ന് എന്റെ ആൻസർ അതായിരുന്നു ചോദിച്ചപ്പോൾ. മണവാളന്റെ ഫ്രണ്ടായിരുന്നു യോഹന്നാൻ സ്നാപകൻ. അപ്പൊ അവിടെ മത്തായി 1:11 വായിച്ചാട്ടെ. മത്തായി 1:11. ഓക്കെ. യോശിയാവ് യഖാന്യാവേയും അവൻ്റെ സഹോദരന്മാരെയും ബാബേൽ പ്രവാസകാലത്ത് ജനിപ്പിച്ചു. ബാബേൽ 1:11. മത്തായി 1:11. അത് ഇങ്ങനെ ഓരോരുത്തരെ ജനിപ്പിച്ച ജിനിയോളജി ആണല്ലോ 1-ാം അധ്യായം. സോറി, ഞാൻ തെറ്റി. സോറി. എന്നാൽ ഞാൻ വാക്യം ഒന്ന് പറയാന്നല്ലേ. യേശുക്രിസ്തു പറയുന്ന, ട്രൂലി ഐ ടെൽ യു, among those born of women there has risen no one greater than John the Baptist, yet even the least in the kingdom of heaven is greater than he. ഭൂമിയിൽ സ്ത്രീകളിൽ ജനിച്ചവൻ യോനാശ്രാമനേക്കാൾ വലിയവൻ ആരുമില്ല, എന്നാൽ സ്വർഗരാജ്യത്തിൽ ഏറ്റവും കുറഞ്ഞവൻ യോഹന്നാനേക്കാൾ വലിയവനായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടുത്തെ ചീഫ് ഗസ്റ്റ് ആരാന്നുള്ളതിന്റെ ആൻസർ കിട്ടിയല്ലേ? അപ്പൊ യോഹന്നാൻ സ്നാപകനാണ് യേശുക്രിസ്തുവിന്റെ സാക്ഷ്യമാണ്. ഞാനതിപ്പോ നോക്കുവായിരുന്നു. മത്തായി 11:11. ഞാൻ ഈ പെട്ടെന്നിരുന്ന ഈ കണ്ണിന്റെ കാട്രാക്റ്റിന് ശേഷം അതൊക്കെ ചിലപ്പോ ഇതാണ്. താങ്ക് യു. 11:11. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവനെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പൊ അവസാനത്തെ വാക്യത്തിന്റെ നിങ്ങൾ എന്തോ അതിനർത്ഥം പറയുന്നത്? സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനിലും വലിയവൻ എന്ന് ഞാൻ സത്യമായിട്ട്. അപ്പോഴേ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്, നമ്മളെല്ലാവരും, അതായത് വിശ്വാസികളെല്ലാവരും മണവാട്ടിയാണ്. അപ്പം ഈ യോഹന്നാൻ സ്നാപകനാണെങ്കിൽ ഫ്രണ്ടാണ്. അപ്പം മണവാട്ടിക്കുള്ള സ്ഥാനവും ഫ്രണ്ടിനുള്ള സ്ഥാനവും
വ്യത്യാസമുണ്ട്. ദാറ്റ്സ് എ കറക്റ്റ് ആൻസർ. അപ്പം അതിൽ നമ്മൾ ചിന്തിച്ചാൽ ഇപ്പം നമ്മൾ ഈ ഇത്രയും കോടാനുകൂടി ദൈവമക്കൾ ഉണ്ടെങ്കിൽ വളരെ ഇതായിട്ട് മുമ്പേ പറഞ്ഞതുപോലെ കഷ്ടിച്ച് രക്ഷപ്പെട്ടവരും കാണും, പ്രത്യേകിച്ച് യാതൊരു ഇതും ചെയ്യാത്ത, പ്രത്യേകിച്ച് യേശുക്രിസ്തുവിന് വേണ്ടി ഒന്നും ചെയ്യാതെ കഴിച്ച് രക്ഷപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ടിക്കറ്റ് കിട്ടി അവിടെ എൻ്റർ ചെയ്തെന്നേ ഉള്ളൂ. പ്രതിഫലം കുറവായിരിക്കും. എന്നാൽ അവർ ആ ഒരാൾ പോലും യോനാസ്നാപകനേക്കായി വലുതായിരിക്കും എന്നുള്ളതാണ്. യോനാസ്നാപകനാണ് ഇപ്പം ലോകത്തിൽ ഏറ്റവും ജനിച്ചതിൽ ഏറ്റവും മഹാനിലും വലിയവനാണ്. നമ്മൾ ഈ പറയുന്ന ഈ ഇവിടെ ഇരിക്കുന്ന സഹോദരിമാര് ഞാൻ ഉൾപ്പെടെ യോനാസ്നാപകനേക്കാളും ഉയർന്ന നിലയിലാണെന്നുള്ളതാണ്. അതാണ് നമ്മളെ ഏറ്റവും വലിയൊരു പ്രത്യാശ എന്ന് പറയുന്നത്. ഇത് നമുക്കായിട്ട് ദൈവം ഇത്രയും ഈ 6000 വർഷം ഇങ്ങനെ എത്ര നാളുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഓരോ കാലഘട്ടത്തിൽ ഈ ഇത്രയും യുഗങ്ങൾ ഉണ്ടായിട്ടും ഈ കർത്താവായ യേശുക്രിസ്തു, പിതാവായ ദൈവം നമുക്ക് വേണ്ടി യേശുക്രിസ്തു കൂടെ ഈ പ്രത്യേക പദവി, അത് പലർക്കും വേറെ ബൈബിളുണ്ട്. ഇപ്പം അതെൻ്റെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ അത് പറയുന്നില്ല, വാക്യങ്ങൾ വായിപ്പിക്കുന്നില്ല, ഒത്തിരി വായിപ്പിച്ചല്ലോ. നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഇത് തന്നിരിക്കുകയാണ്. അപ്പം ഇവരെക്കായാലും എല്ലാം അബ്രഹാമിനേക്കാളും ഉയർന്ന സ്ഥാനത്തായിരിക്കും. ചിന്തിച്ചു നോക്കുക, നമ്മൾ ഓരോരുത്തരും അബ്രഹാമിനേക്കാളും മോശയെക്കാളും ഉയർന്ന സ്ഥാനത്തായിരിക്കും. നോക്കും യേശുക്രിസ്തുവിന്റെ ആ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തതിന്റെ ഒരു പ്രയോജനമാണത്. അത് പിന്നെ ഈ 4-ാം അധ്യായത്തിൽ ഇനി ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച ബാക്കിയുള്ള ഭാഗങ്ങൾ ഞാൻ കവർ ചെയ്യാം. ഇപ്പൊ ഇനിയും ഫ്യൂ മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ വരുന്നാഴ്ച ദൈവം അനുവദിച്ചാൽ ഈ മൂപ്പന്മാരുടെ സംഗതി, മൂപ്പന്മാര്, പിന്നെ പളുങ്ക് കടല്, കണ്ണാടിക്കടല്, 4 ജീവികള്, ഇതിനെക്കുറിച്ച് ദൈവം അനുവദിച്ച് വരുന്ന ആഴ്ച ഞാൻ സംസാരിക്കാം. ഇപ്പം പറയുന്ന കുഞ്ഞുമോള് കഴിഞ്ഞ പ്രാവശ്യത്തെ റെക്കോർഡ് ചെയ്തായിരുന്നു. അത് കിട്ടിയില്ലായിരുന്നു എനിക്ക്. ഞാൻ പോസ്റ്റ് ചെയ്യാം. ഇത് ഇന്നത്തേതും കൂടെ കൂട്ടി ചെയ്യാം. അപ്പൊ എന്നോട് ഞാൻ ചിലർക്ക് 1-2 പേർക്ക് അയച്ചു കൊടുത്തു. അന്നേരം അത് ഇന്ത്യയിൽ നിന്ന് അവർ പറഞ്ഞ് അത് പ്രയോജനപ്പെട്ടു. വേറെ ചിലർക്ക് 3-4 പേര് ചോദിച്ചു, പിന്നെ വേണമെന്ന് പറഞ്ഞ് അവർ പിന്നെ വേറെ ആർക്കാണ് ഷെയർ അത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞേ. അപ്പൊ അയച്ചു തരാം. അറിഞ്ഞുകൂടായിരുന്നു. അപ്പം തീർച്ചയായിട്ടും ഇത് ഒരുമിച്ച് ഇതെല്ലാം മത്തായി സുവിശേഷം 24-ാം അധ്യായം ഒന്നുകൂടെ വായിക്കണം. വരവിന്റെ ലക്ഷണങ്ങള് വായിക്കാൻ പറയുന്നതെല്ലാം ഒന്ന് എഴുതിയിട്ട് എല്ലാവരും ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ദിവസവും ബൈബിൾ വായിക്കുന്നുണ്ടല്ലോ, ആ കൂട്ടത്തിൽ കൂടെ അങ്ങ് വായിച്ചു വെച്ചാൽ മതി. അപ്പോൾ ആ കാര്യങ്ങൾ ശരിയാ. സംശയം ഉണ്ടെങ്കിൽ എഴുതി ചോദിച്ച് ഈ ഞാനിതുണ്ടല്ലോ നിങ്ങളുടെ ഗ്രൂപ്പില് ടെക്സ്റ്റ് എഴുതി ചോദിച്ചാലും കുഴപ്പമില്ല. അങ്ങനെ നിർത്തട്ടെ എന്നാലും. ശരി, എന്നാൽ താങ്ക് യു വെരി മച്ച്. God bless you all. Bless you. Okay.